ഹലോ ഗൈസ്, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ ഞാൻ ഷിഫ്നാസ്, ഇറ്റ് ഈസ് മീ ഷിഫ്നാസ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കണം, ഓരോരുത്തരുടെയും ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരിക്കുള്ള മുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഈ റീസെൻ്റ് നടൻ അജ്മലിൻ്റെ ചാറ്റ് പുറത്തേക്ക് വന്നു. അതുപോലെ തന്നെ ബിഗ് ബോസിലുള്ള ആര്യൻ്റെ ചാറ്റ്, അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ അവർ പണ്ട് മെസ്സേജ് അയച്ചിരുന്നൊക്കെ കുത്തിപ്പൊക്കിയിട്ട് ഇപ്പോൾ അതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ഫാത്തിമ സക്കീർ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിനെ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാം. കാരണം പണ്ട് തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഈ പെണ്ണ്. അത് കാരണം നമുക്ക് തൊപ്പിയുടെ സ്ട്രീമിലും അതേപോലെ തന്നെ തൊപ്പിയുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇൻ്റർവ്യൂവിൽ അങ്ങനെയൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരുവിധം അറിയാം. അതിനുശേഷം അവർ പിരിഞ്ഞു. ഇപ്പോൾ ഇവള് ഒരു ലല്ലു എന്ന് പറയുന്ന ഒരു ചെറുക്കനായിട്ട് വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ പിരിഞ്ഞു എന്ന് പറഞ്ഞ ഒരു കോൺട്രവേഴ്സി വന്നു. അത് പിന്നെ അവരെന്നെ പിന്നെയും അതേപോലെ തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്തു. ഇപ്പോഴത്തെ വീണ്ടും ഒരു ഇഷ്യൂസ് ഉണ്ടായി. ഈ ഫാത്തിമ സക്കീറിന് ലല്ലു എന്ന് പറയുന്ന ഹസ്ബൻഡിൻ്റെ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് തെളിവൊക്കെ കിട്ടി. അത് ഫാത്തിമ സക്കീർ അഞ്ചങ്ങ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു പേജിനെ അറിയിക്കുകയും അവർ വിചാരിച്ചു ഇവൾക്ക് ഇതന്നെയാണല്ലോ പരിപാടി, എപ്പോഴും ഇതന്നെയാണല്ലോ, അപ്പോൾ അവൻ്റെ ഒരു ഭാഗം കൂടി കേട്ടിട്ട് ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത്ര ഇവൾക്ക് തന്നെയാണ് പരിപാടി, ഇവൾക്ക് എൻ്റെ വീട്ടുകാരായിട്ടൊക്കെ ഇവള് പിരിച്ച് നിർത്തിക്കുകയാണ്, വീട്ടുകാരെ കാണാൻ പോകാനോ ഉമ്മനെ കാണാൻ പോകാനോ ആരെയും ഇവള് സമ്മതിക്കില്ല, അങ്ങനെയൊക്കെയാണ് ആ ചെറുപ്പക്കാരന് പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്താ സത്യം നമുക്കറിയില്ല. അത് അവർക്ക് തന്നെയാണ് അറിയുള്ളൂ, അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ളവർക്ക് തന്നെ അറിയുള്ളൂ. പക്ഷെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇതിലൊക്കെ കാണുന്ന കാര്യം നമ്മൾ പറയുന്നുള്ളൂ. നമ്മുടെ അഭിപ്രായമില്ല, നമുക്ക് എവിടെയാണെന്ന് വെച്ചെങ്കിലും നമുക്കത് പറയാമല്ലോ. അപ്പോൾ ഇവൻ ഒരു കോഴിയാണെന്നാണ് പറഞ്ഞു തരുന്നത്. ഇവൻ കുറേ ഡേറ്റിംഗ് ആപ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അതിൽ പെണ്ണുങ്ങളെ ഇതേപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ട് ഫ്ലേർട്ട് ചെയ്യുക, അതേപോലെ തന്നെ സെക്ഷലി ഉള്ള ടോക്സ്, പിന്നെ അതേപോലെ തന്നെ കാണാൻ വരാം, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാം, കാണാൻ വരാം, ഇതിനൊക്കെ കൂടിയിട്ട് അയാൾ ആപ്സ് ഇതൊക്കെ യൂസ് ചെയ്യണത്. കാരണം പെൺകുട്ടികളെ വലയിൽ എത്തിയിട്ട് അവൻ്റെ കാര്യം നേടിയെടുക്കുക എന്നുള്ള ഒരു മൈൻഡിലാണ് അവൻ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് ഫാത്തിമ സക്കീർ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ പേജിനെ ഇതാക്കിയിട്ട് പേജുകാരോട് ഇത് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് ഇവനെ നാറ്റിക്കാം എന്നുള്ള ഒരു തരത്തിലാണ്. അതേപോലെ തന്നെ ഇവൾക്ക് ഫേമസ് ആവുമല്ലോ. കാരണം ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും റീച്ച് കൂടും. റീച്ച് കുറയലല്ല, കൂടുതൽ സാഹചര്യത്തിൽ ചെയ്യല്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ റീച്ച് കൂടും, ഫോളോവേഴ്സും അതേപോലെ തന്നെ അവർക്ക് വ്യൂസും ഒക്കെ കൂടുക ചെയ്യുള്ളൂ. കാരണം എന്താണ് ഇഷ്യൂ നോക്കിയിട്ട് അവരുടെ അക്കൗണ്ട് എടുത്ത് നോക്കാനും ഇതിനൊക്കെ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂടുതൽ അതാണ് അവളുടെ ചിലപ്പോൾ മൈൻഡിൽ ചിലപ്പോൾ ഇപ്പോൾ വല്ല വ്യൂസും ഫോളോവേഴ്സും ഒന്നും കയറുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും റീസെൻ്റ് ഇഷ്യൂസ് എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോളോവേഴ്സ് കൂടുമല്ലോ. ചിലപ്പോൾ മേ ബി അതായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ഇവൻ പറയണത് ഈ ഫാത്തിമ സക്കീറിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ആപ്സിലൊക്കെ കയറുന്നത്, ഒരു മൈൻഡ് റിലീഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതാക്കണതെന്നാണ് അവൻ പറയണത്. എന്തായാലും ഇതൊക്കെ സത്യമാണോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല, അവർക്ക് തന്നെയാണ് അറിയുള്ളൂ. എന്തായാലും ഇങ്ങനത്തെ ചെറ്റത്തരം കാണിക്കാണ്ടിരിക്കണതാണ് നല്ലത്. കാരണം ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരു കല്യാണം കഴിക്കണേക്കാളും മുന്നേറ്റ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതേപോലെ തന്നെ ഫാത്തിമ സക്കീറും ഇവർ ലിവിങ്ങിലായിരുന്നു, ആദ്യം ലിവിങ് റിലേഷനിലായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ തന്നെ താമസിച്ചിരുന്നിരുന്ന വേറെ ഒരു പെൺകുട്ടീനെ ഇവൻ അബ്യൂസ് ചെയ്യലും അതേപോലെ തന്നെ എന്തോ അടിക്കുക അങ്ങനെ എന്തോ ഒക്കെ ചെയ്തിട്ട് ഇവളോട് തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ ഇതാക്കിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് അവരുടെ കാല് പിടിച്ചിട്ടുള്ളത് ഞാൻ പ്രഗ്നൻ്റ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ഒക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് കൊടുക്കും. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന വേറൊരു പെൺകുട്ടീനെ ഇവള് ബ്ലെയിം ചെയ്തിട്ട് ആ മൊഴി മാറ്റി കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ കേസ് ഇല്ലാണ്ട് അവർ എന്തോ കൊണ്ട് ചെയ്തത്. മുന്നേ തന്നെ ഇവൊരു ശരിയല്ല എന്ന് അവൾക്കറിയാം, എന്നാലും ഇവൾ കല്യാണം കഴിച്ചു. പിന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഇവൾ തന്നെ സഹിക്കണ്ടേ. നമ്മളൊക്കെയാണ് ഇങ്ങനെ വല്ലതും ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മളപ്പോൾ
കുറേ ക്ഷമിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അതിങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയെന്ന് വെച്ചെങ്കിൽ അവരവരുടെ പാട്ടിന് പോട്ടെ, നമ്മൾ നമ്മുടെ പാട്ടിന് പോട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. അപ്പം എന്തായാലും ഇപ്പോൾ കുറേ പേരുടെ ഈ ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അവരുടെ മുഖംമൂടികളും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഈ റീൽസിലും കാണുന്നതൊന്നല്ല ജീവിതത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇത് ട്രൂ ആണെച്ചെങ്കിൽ ഫാത്തിമ സിഗറിൻ്റെ ഒപ്പം എല്ലാവരും നിൽക്കുക. അല്ല ഇത് വെറുതെ ഫേമസ് ആവാനാണെച്ചെങ്കിൽ നമുക്കറിയില്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. താങ്ക് യു.